പണ്ട് ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞാൽ ടെസ്ല എന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ടെസ്ലയും മറികടന്ന് ഇന്ന് ആ സ്ഥാനം BYD എന്ന ചൈനീസ് കമ്പനി കൊണ്ടുപോയിട്ട് ആഗോള ഭീമന്മാരൊക്കെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു വാഹനവുമായി BYD വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. BYD Yangwang U7 എന്ന മോഡലാണ് അത്. ഏവർക്കും ഓട്ടോറോളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ BYD U7 അല്ലെങ്കിൽ Yangwang 7 ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഇത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സെൽഫ് ലിഫ്റ്റിംഗ് മാഗ്നറ്റിക് സസ്പെൻഷനാണ് U7ന്റെ കീ ഹൈലൈറ്റ്സ്. BYD ഇതിനെ ഡിസൂസ് ഇന്റലിജൻസ് സസ്പെൻഷൻ എന്നാണ് വിളിക്കുന്നത്. പരമ്പരാഗത ഹൈഡ്രോളിക് ഷോക്ക് അബ്സോർബറുകളെ മാഗ്നറ്റിക് സസ്പെൻഷൻ മോട്ടോറുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സജ്ജീകരണമാണ് ഇത്. എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് നോക്കാം. റോഡിലെ കുണ്ടും കുഴിയും തടസ്സങ്ങളും ഒക്കെ ലിഡാർ സിസ്റ്റവും ക്യാമറയും റഡാറും ഒക്കെ ഉപയോഗിച്ച് സെൻസ് ചെയ്തതിനു ശേഷം അതനുസരിച്ച് സസ്പെൻഷൻ ക്രമീകരിക്കുന്നു. തന്മൂലം വാഹനം വളരെ സ്റ്റേബിളായി എപ്പോഴും നിലനിർത്തുന്നു. ഒരു സെക്കൻഡിൽ 1000 തവണ ഇങ്ങനെ സസ്പെൻഷൻ ക്രമീകരിച്ച് റോഡിലെ കുണ്ടും കുഴിയും മറ്റ് തടസ്സങ്ങളുമെല്ലാം ഇങ്ങനെ മറികടക്കാൻ കഴിയും. അതായത് ഒരു കല്ലോ ഒരു തടി കഷ്ണമോ എന്തെങ്കിലും റോട്ടിൽ കിടക്കുമ്പോൾ സാധാരണ സസ്പെൻഷനിൽ ടയർ അതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചാലും വാഹനമൊക്കെ നല്ല രീതിയിൽ കുലുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇവരുടെ ഈ സസ്പെൻഷൻ വഴിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ടയർ മാത്രമാണ് ഉയരുകയും താഴുകയൊക്കെ ചെയ്തുള്ളൂ. എന്നാൽ വാഹനം മറ്റ് പരമ്പരാഗത ഷോക്ക് അബ്സോർബറുകൾ ഉള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് വളരെ സ്റ്റേബിൾ ആയിരിക്കും. ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഒരു വാഹനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സസ്പെൻഷന്റെ മികവ് കാണിക്കുന്നതിനായി BYD നൽകിയിരിക്കുന്ന പരസ്യം തന്നെ ഒരു അത്ഭുതം ആണ് എന്ന് പറയാം. ഒരു പരസ്യത്തിന്റെ അകത്ത് അവർ കാണിക്കുന്നത് ഒരു ട്രപ്പീസ് കളിക്കാരനായ അഭ്യാസിയെ ഈ കാറിന്റെ മുകളിൽ കയറ്റി നിർത്തി അഭ്യാസം കാണിക്കുന്നതാണ് ഒരു പരസ്യം. മറ്റൊരു പരസ്യത്തിൻ്റെ അകത്ത് ഇവർ കാണിക്കുന്നത് ഒരു സ്ത്രീയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു അഭ്യാസി. വേറെ ഒരു പരസ്യത്തിൻ്റെ അകത്ത് ഒരു കുങ്ഫു അഭ്യാസി ഒറ്റക്കാലിൽ ഈ വാഹനത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. പിന്നെ തലയിലെ ഒരു പാത്രം തലയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒരു പരസ്യമാണ് BYD ഈ വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന പരസ്യങ്ങളൊക്കെ. ഇതുകൊണ്ടും തീർന്നില്ല. ഒരു എമർജൻസി സിറ്റുവേഷനിൽ യാത്രക്കിടയിൽ ഒരു ടയർ പഞ്ചറായാൽ പഞ്ചറായ ടയർ ഓട്ടോമാറ്റിക് ആയിട്ട് ഉയർത്തി നിർത്തിക്കൊണ്ട് ബാക്കി 3 ചക്രത്തിൽ 30 കിലോമീറ്റർ വരെ യാത്ര ചെയ്യുവാൻ ഈ വാഹനത്തിന് സാധിക്കും. അതും 80 കിലോമീറ്റർ വേഗത്തിൽ വരെ. എന്താ ഇതുപോലെ ഇവനെ ഒരു സംഭവമാക്കാൻ? ഇനി ഇതുകൊണ്ടൊന്നും ഞെട്ടിയില്ലെങ്കിൽ ഇവന്റെ അടുത്ത ഒരു സവിശേഷത പറയാം. അത് ഒരു സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോണമസ് പാർക്കിംഗ് സംവിധാനമാണ്. ഈ വാഹനത്തിൽ BYD കൊണ്ടുവന്നിരിക്കുന്ന നൂതന സംവിധാനമാണ് IWD അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വീൽ ഡ്രൈവ് സിസ്റ്റം. അതായത് ഇവന്റെ 4 ചക്രത്തിലും ഓരോ സ്റ്റിയറിംഗ് ഉണ്ട് എന്നത്. ഇതുമൂലം ഈ വാഹനത്തിന്റെ പിൻ ചക്രങ്ങൾ 20 ഡിഗ്രി വരെ തിരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഏടാകൂടത്തിലും വാഹനം പാർക്ക് ചെയ്യുവാനും അവിടുന്ന് വാഹനം എടുത്തുകൊണ്ട് പോകുവാനും ഒക്കെ സാധിക്കും. അതും വെറും ഒരു ബട്ടണിന്റെ സഹായത്തോടെ. എന്താ അല്ലേ? അതുമാത്രമല്ല, വെറും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഈ വാഹനം കുലുക്കാനൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ മഞ്ഞും അതുപോലെ ഒരു മരത്തിൻ്റെ താഴെയാണ് നമ്മൾ കൊണ്ടിടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കരികിലോ എന്തെങ്കിലുമൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലായിടത്തും കയറി അത് ക്ലീൻ ചെയ്യുന്ന പകരം നമ്മുടെ പട്ടിയോ പൂച്ചയൊക്കെ ദേഹത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ കുടയുന്നത് പോലെ ഈ വാഹനം തന്നെ കുടഞ്ഞ് അതൊക്കെ കളയാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് എന്ന് പറയാം അല്ലേ? BYD Yangwang U7 ഒരു ഹൈടെക് ലക്ഷറി വാഹനമാണ്. നിലവിൽ ഒരു പ്യുവർ ഇലക്ട്രിക് എഞ്ചിനും ഒരു ഹൈബ്രിഡ് എഞ്ചിനും ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഓരോ ചക്രത്തിനും
225 PS പവറുള്ള മോട്ടോറുകളാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ 4 ചക്രങ്ങൾക്കും കൂടി അല്ലെങ്കിൽ 4 മോട്ടോറുകളും കൂടി 1305 PS പവർ അല്ലെങ്കിൽ 1287 HP പവറാണ് ആകെ ഉൽപ്പാദിപ്പിക്കുന്നത്. ടോർക്ക് 1680 ന്യൂട്ടൺ മീറ്ററും. ഇലക്ട്രിക് വാഹനത്തിന് 720 കിലോമീറ്റർ ആണ് റേഞ്ച്. ഹൈബ്രിഡ് വാഹനത്തിന് ബാറ്ററി ചാർജിൽ മാത്രം 200 കിലോമീറ്റർ യാത്ര ചെയ്യുവാനാവും. പെട്രോൾ എഞ്ചിന്റെ സഹായത്തോടു കൂടി 1000 കിലോമീറ്റർ. 82 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ ഉയർന്ന വില. അതുകൊണ്ട് തന്നെ അത്യാഡംബരപൂർണമായ ഉൾവശവും അതിനൊത്ത രീതിയിൽ പ്രീമിയം ആയിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ വാഹനത്തിന്റെ ഉൾവശം ലക്ഷറീസ് എന്നല്ല, അതുക്കും മേലെ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ വിമാനത്തിൽ പോലും ഇല്ലാത്ത സുഖ സൗകര്യങ്ങൾ ഇവിടെ കണ്ടേക്കാം. ഇരുവശങ്ങളിലുമായി 23.6 ഇഞ്ചിന്റെ വളരെ വലിയ ഒരു ഡിസ്പ്ലേയും 12.8 ഇഞ്ചിന്റെ ഒരു OLED സെൻട്രൽ ഡിസ്പ്ലേയുമാണ് പ്രധാനമായി മുൻഭാഗത്ത് നൽകിയിരിക്കുന്നത്. പിൻസീറ്റ് യാത്രക്കാർക്കായിട്ട് വേറെ ഡിസ്പ്ലേകളൊക്കെ നൽകിയിട്ടുണ്ട്. 23 സ്പീക്കർ സൗണ്ട് സിസ്റ്റം ആണ് ശബ്ദം മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. മുൻനിര സീറ്റുകൾ 20 രീതിയിലും പിൻനിര സീറ്റുകൾ 18 രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുവാനൊക്കെ സാധിക്കും. കൂടാതെ മസാജ് ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. 3 ടൺ അല്ലെങ്കിൽ 3000 കിലോയാണ് ഈ വാഹനത്തിന്റെ ഭാരം. 100 കിലോമീറ്റർ വേഗം ആർജിക്കുവാനായിട്ട് 2.9 സെക്കൻഡ് മാത്രം മതി. 270 കിലോമീറ്റർ ആണ് ഉയർന്ന വേഗം. ഫ്യൂച്ചറിസ്റ്റിക്, ലക്ഷറി ആൻഡ് സേഫ്റ്റി ഇത് മൂന്നും സന്നിവേശിപ്പിച്ച ഒരു വാഹനമാണ് BYD YANGWANG U7. തീർച്ചയായും ഇവൻ നമ്മുടെ നാട്ടിലും എത്തുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും നമ്മുടെ ഓട്ടോറോള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി അമർത്താൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.